ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോണ ജാതകവുമായി റിലേറ്റഡ് ആയ ഒരു ടോപ്പിക്കാണ്. ജാതകപ്പടി പിതൃഗുണം ഇല്ലാത്തത് ആർക്ക്? പിതൃഗുണം ഇല്ലാത്തതോ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സ്നേഹ വാത്സല്യാദികള് കിട്ടാത്തതും, അച്ഛൻ വിദേശത്തായിരിക്കുക, ദൂരെ ആയിരിക്കുക, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരികയൊക്കെ ചെയ്യുന്നത് കോമൺ ആയിട്ട് ആർക്ക്? ഇത് ചില ലഗ്നക്കാർക്ക് അങ്ങനെയാണെന്ന് പറയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലഗ്നമാണ് തുലാലഗ്നം. തുലാലഗ്നക്കാർക്ക് പിതൃഗുണം കുറവായിരിക്കും എന്ന് പറയുന്നു. ഇതെല്ലായ്പ്പോഴും വരാറില്ല. സ്പെസിഫൈഡ് ആയിട്ട് ഓരോ ജാതകങ്ങള് നോക്കി അനലൈസ് ചെയ്യണം. പക്ഷെ തുലാലഗ്നക്കാർക്കാണെങ്കിൽ പിതൃഗുണം കുറവായിരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിലും ഇതിങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തുലാലഗ്നത്തിന് ലഗ്നാധിപൻ ശുക്രൻ, അഷ്ടമാധിപൻ ശുക്രൻ. ഈ ലഗ്നാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുലാലഗ്ന ജാതകം തന്നെ. ഇവിടെ ഉച്ചമാവുന്ന ഗ്രഹം ശനിയും നീചമാവുന്ന ഗ്രഹം സൂര്യനുമാണ്. സൂര്യൻ ഉച്ചമാവുന്ന ഇടം മേഷരാശി, സൂര്യൻ നീചമാവുന്ന ഇടം തുലാരാശി. അപ്പോ തുലാലഗ്ന ജാതകന് സൂര്യൻ ലഗ്നത്തിൽ നീചമാകുന്നു, കാലപുരുഷ തത്വപ്പടി. അത് മാത്രമല്ല 11ാം ഭാവാധിപനാണ് സൂര്യൻ. കുംഭശ്ചരാണാമളി ചാപസിംഹവോ ശ്രീണാമളി ഋഷഭസ്യ നക്ര കുംഭസ്യ കർക്കി മിഥുനസുതന്നി മീനസ്യ ചാപം. മഹാഭാരതം പറഞ്ഞോടുകൂടി ആരൂഢ രാശോ ചര ആയ രാശോ സ്ഥിരേതുപാത നവമേ വിചിന്യം തതോപയേ കാമഗ്രഹാണം. ചരസ്ഥിത ഉഭയ ചരരാശിക്ക് കുംഭശ്ചരാണാമളി എന്ന് പറയുന്ന മഹാബാധ, കുംഭം. അത് വേറെ പറയാനുണ്ട്, അത് ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആരൂഢ രാശി ചര ആയ രാശോ, ആയ രാശി എന്ന് പറഞ്ഞാൽ 11. ചരരാശികൾക്ക് 11ാം ഭാവം ബാധയാണ്. സൂര്യൻ ഇവിടെ ബാധാധിപൻ കൂടിയാണ്. ഇതിൽ 11ാം ഭാവത്തിന്റെ ഗുണമാണോ, അതായത് ലാഭഗുണമാണോ, അതല്ലത് ബാധാ ഗുണമാണോ ഉണ്ടാവണമെന്ന് അറിയണമെങ്കിൽ ഒരു രഹസ്യമുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ പ്രസ്താവിക്കുന്നില്ല. 11ാം ഭാവം ബാധയായിട്ട് വരും തുലാരാശിക്ക്. 11ാം ഭാവം ആയം എന്ന് പറഞ്ഞെന്താ, വരുമാനമായിട്ടും വരും. ചര ആയരാശം എന്ന് അവിടെ പറയുന്നത് 11ാം ഭാവം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ 11ാം ഭാവത്തിൽ സൂര്യൻ 11ാം ഭാവാധിപനും കൂടിയാണ്, അതായത് ബാധാധിപനാണ്. അപ്പൊ ബാധാധിപനായ അച്ഛൻ, അതായത് അച്ഛൻ ബാധയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദോഷകാരകനായി ലഗ്നത്തിന്റെ കൂടെ വെക്കുന്നൊന്ന് ആണ് കാലപുരുഷ തത്വത്തില്. ചുരുക്കി പറഞ്ഞ ഇതില് 9ാം ഭാവാധിപൻ കറക്റ്റായ സ്ഥാനത്തല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ദോഷം അനുഭവിക്കാൻ സാധ്യത കൂടും. അതായത് അച്ഛൻ മകന് ദോഷമായിട്ട് തീരാൻ സാധ്യത വരും. അച്ഛനും മകനും ഒരു സ്ഥലത്ത് നിന്നാൽ, അതായത് സൂര്യൻ ഇവിടെ നിന്ന് കഴിഞ്ഞാല് അച്ഛൻ നീചനാവും. അച്ഛൻ നീചനാവും എന്ന് പറഞ്ഞാൽ അച്ഛൻ ദുഷ്ടനാവുമെന്ന് മാത്രമല്ല, ആർത്ഥം മാത്രമല്ല, അച്ഛന്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അച്ഛനിൽ നിന്നുള്ള ഗുണം കിട്ടൂല. അപ്പോ അങ്ങനെ രണ്ടു തരത്തിലും പറയാം. ഈ രണ്ട് ദിനം വേറെ ഗ്രഹനില ആണെന്നുള്ളതും പ്രത്യേകം ഓർക്കണം. എല്ലാത്തിനും വളരെ മൈന്യൂട്ടായിട്ട് ഓരോ റൂളുകൾ നമ്മൾ ഒത്തു നോക്കണം. ഇവിടെ തുലാം രാശിക്ക് കാലപുരുഷത്വ പ്രകാരം സൂര്യൻ നീചമാവുന്നത് കൊണ്ട് മിക്കവാറും കേസുകൾ എന്താ കാണുന്ന പറഞ്ഞാൽ അച്ഛൻ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ സ്ഥലത്തായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് മാത്രം വരാറുണ്ടാവുള്ളൂ. കാലം തന്നെ അങ്ങനെ ആക്കി തീർക്കും. അതല്ല ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ 9ാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ അസ്ഥാനത്തൊക്കെയാണ് നിൽക്കണമെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. അച്ഛനും മകനും തമ്മിൽ സ്വത്ത് പ്രശ്നം, വാക്ക് തർക്ക പ്രശ്നം. ഇപ്പൊ പലയിടങ്ങളിലൊക്കെ കണ്ടല്ലേ, അച്ഛനെ മകൻ വെട്ടിക്കൊള്ളുന്നു, മകനെ അച്ഛൻ വെട്ടിക്കൊള്ളുന്നു ഒക്കെ കാണാറില്ലേ. അപ്പൊ ഗ്രഹനിലയൊക്കെ നോക്കിയാൽ ഇതായിട്ട് കണക്ഷൻ ഉണ്ടോന്ന് അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വന്നാൽ അതിനുള്ള പോസിബിലിറ്റി കൂടി ഉണ്ടെന്ന് ജ്യോതിഷം മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അച്ഛന് മകൻ ശത്രുവാകും, മകൻ അച്ഛൻ ശത്രുവാകാൻ സാധ്യത ഉണ്ടെന്ന് ജ്യോതിഷം അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഈ തുലാലഗ്നക്കാരുടെ പിതൃയോഗം കുറവായിരിക്കാനും സാധ്യതയുണ്ട്. 9ാം ഭാവാധിപന്റെ സ്ഥിതി അനുസരിച്ചിട്ട് വേണം അത് ക്ലാരിറ്റിയിൽ പറയാൻ. ഇവിടെ ഉച്ചമാവുന്ന ഗ്രഹം ശനിയാണ്. ശനി ഉച്ചമായാൽ വേറൊരു വലിയ ഗുണമുണ്ട് ഇവർക്ക്, തുലാലഗ്നക്കാർക്ക്. അതെന്താണെന്ന് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യേശ്വരായ നമഃ.